നമസ്കാരം. T20 ലോകകപ്പിൻ്റെ കിരീട പോരാട്ടത്തിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ഞായറാഴ്ച വേദിയാകുമ്പോൾ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് കിരീടത്തോടൊപ്പം ലഭിക്കുന്ന വമ്പൻ സമ്മാന തുകയിലേക്ക് കൂടിയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയും കന്നി കിരീടം നേടിയെത്തിയ ന്യൂസിലൻഡ് തമ്മിലുള്ള കലാശ പോരാട്ടത്തിൽ വിജയിക്കുന്നവരെ ഇത്തവണ കാത്തിരിക്കുന്ന റെക്കോർഡ് തുകയാണ്. 2024 ലോകകപ്പിനേക്കാൾ 20% വർധനമാണ് ഇപ്രാവശ്യം സമ്മാന തുകയിൽ ICC വരുത്തിയിരിക്കുന്നത്. ഇത്തവണത്തെ ലോകകപ്പിൽ ആകെ $13.5 മില്യൺ, ഏകദേശം 112 കോടിയിലധികം രൂപയാണ് സമ്മാന തുകയായി ICC നൽകുന്നത്. 2024 ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് $2.45 മില്യൺ, ഏകദേശം 22.52 കോടി രൂപയാണ് ICC സമ്മാന തുകയായി നൽകിയത്. എന്നാൽ ഇത്തവണ ലോകകപ്പ് കിരീടം നേടുന്ന ടീമിന് $3 മില്യൺ, ഏകദേശം 27.48 കോടി രൂപയാണ് സമ്മാന തുകയായി ലഭിക്കുക. രണ്ടാം സ്ഥാനക്കാരാവുന്നവരിൽ $1.6 മില്യൺ, ഏകദേശം 14.65 കോടി രൂപ ലഭിക്കും. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിച്ച ടൂർണമെൻറ്റിലെ മികച്ച സ്പോൺസർഷിപ്പ് വരുമാനമാണ് സമ്മാനത്തുക ഇത്രയധികം ഉയരാൻ കാരണമായത്. സെമിയിൽ പുറത്തായ ഇംഗ്ലണ്ടിനും ദക്ഷിണാഫ്രിക്കയ്ക്കും ഏകദേശം 7.24 കോടി രൂപ സമ്മാനത്തുകയായി ലഭിക്കും. സൂപ്പർ 8 എത്തിയ ടീമുകൾക്ക് ഏകദേശം 3.48 കോടി രൂപ സമ്മാനത്തുകയായി ലഭിക്കും. ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ ടീമുകൾക്കും സമ്മാനമുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ 12 ടീമുകൾക്ക് ഏകദേശം 2.29 കോടി രൂപ സമ്മാനമായി ലഭിക്കും. ലോകകപ്പിൽ പങ്കെടുക്കുന്ന 20 ടീമുകൾക്കും സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുന്ന രീതിയിലാണ് ICC സമ്മാന തുക നിശ്ചയിച്ചിരിക്കുന്നത്. ഞായറാഴ്ച ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക് അഹമ്മദാബാദിലാണ് ലോകം കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനൽ പോരാട്ടം. മൂന്നാം കിരീടം നേടി ചരിത്രം കുറിക്കാൻ ഇന്ത്യയും കന്നി കിരീടം തേടി ന്യൂസിലൻഡും ഇന്ന് കളത്തിലിറങ്ങുമ്പോൾ മത്സരം പൊടിമാറുമെന്ന് ഏകദേശം ഉറപ്പാണ്. ഇന്ന് ഇന്ത്യ കപ്പ് അടിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ ഒരു തുകയാണ് സമ്മാനമായി ലഭിക്കുന്നത്. ലോകകപ്പിലെ സമ്മാനത്തെക്കാളും രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഇന്ത്യക്ക് വലുതെന്നാണ് താരങ്ങൾ വ്യക്തമാക്കുന്നത്. സമ്മാനത്തുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ ടീമും ക്രിക്കറ്റ് ആരാധകരും പറയുന്നത്. മത്സരം ജയിച്ച് കപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് ഇന്ത്യൻ ടീമിൻ്റെ ലക്ഷ്യമെന്നും സാമ്പത്തികമല്ല തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നും താരങ്ങൾ തന്നെ പറയുന്നുണ്ട്. കടുത്ത മത്സരമായിരിക്കും ഇന്ന് വൈകിട്ട് നടക്കുക. ഇന്ത്യക്ക് വേണ്ടി സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെയാവും ഓപ്പണിങ്ങിന് ഇറങ്ങാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ. ചാനൽ ലൈക്ക് ചെയ്യുന്നതിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.